അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഈ വീക്കിലെ ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പം ഇന്നും കഴിഞ്ഞ വർഷം നമ്മൾ മറ്റേ പാവയ്ക്ക ജ്യൂസിന്റെ ആയിരുന്നു. ഇത്തവണ നമ്മൾ ചെയ്യുന്ന എന്നാ പുളിമുട്ടായി ചലഞ്ച്. നമ്മൾ പുളിമുട്ടായി ഉണ്ടല്ലോ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണല്ലോ ഈ സാധനം. പുളിമുട്ടായി നമ്മളൊരു അതിനകത്ത് 50 പീസുണ്ട്. ഈ 50 പീസ് നമ്മൾ എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആര് കഴിക്കുന്നോ, ടൈമിംഗ് ഒന്നുമില്ല, ആര് ഏറ്റവും കൂടുതൽ കഴിക്കുന്നോ അവർ ഫസ്റ്റ്. ഇപ്പം ഈ പ്ലേറ്റിലെ ഫുള്ള് തീരുവാണെങ്കിൽ നമ്മൾ കഴിച്ച ഓരോരുത്തർ അവരുടെ ഈ ഇതിൻ്റെ എം ടി കവർ ഉണ്ടല്ലോ അത് സൈഡിൽ വെച്ചേക്കണം. ലാസ്റ്റ് എണ്ണിയിട്ട് ജയിക്കുന്നവർക്ക് ഫസ്റ്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെക്കൻഡ് ഇടുന്നവർക്ക് സെക്കൻഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി പത്രപ്പേപ്പറിലോട്ട് സ്പ്രെഡ് ചെയ്തിടാം. അപ്പം നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ മേശ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ടേബിളിൽ തന്നെയാണ് മത്സരം. അപ്പം എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, ധ്വനിയുണ്ട്, മാളുണ്ട്, പൂച്ചേച്ചിയുണ്ട്, ഓമനാന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം സെറ്റ്. ഇത്ര ഉണ്ട്, ഒരു 50 അടുത്തുണ്ട്. ഇല്ല, കാണാം. 50 ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത്ര ഉണ്ടേ. അപ്പം നമ്മൾ സെൻറ്ററിൽ വെക്കുന്നു, എന്നിട്ട് നമ്മൾ ക്യാമറ അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് പറയുമ്പം എല്ലാവരും തുടങ്ങുന്നു. ഓക്കെ, അപ്പം എല്ലാം സെറ്റാണ്. പേപ്പറിൽ പുളിമുട്ടായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പല്ലുകൊണ്ട് തന്നെ കടിച്ച് പൊട്ടിക്കുക, ചീമ്പി ഇടുക, അങ്ങനെയാണല്ലോ പിടിക്കുന്നത്, അറിയാലോ. എന്നിട്ട് എം ടി കൂട് എല്ലാവരും ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് തീരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആര് കഴിച്ചോ ആ കൂടെ എണ്ണുമ്പോൾ നമുക്ക് ഫസ്റ്റ് വിജയനെ കിട്ടും. ഓക്കെ, അപ്പം ഇതിനകത്ത് മൊത്തം 50 പീസുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ മൊത്തം തീരും. അതിന് മുമ്പ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. റെഡി, 1 2 3. മൂത്ത് വെപ്പല്ലേ അല്ലേ? മൊത്തം കഴിക്കണം. ആളിതിൽ ഓർമ്മ നിന്നില്ലേ? അത് ഉമ്മ ഉടായിപ്പാ. പൂച്ചയും കഴിച്ചില്ലേ? പുളി കഴിക്കണം കേട്ടോ. അയ്യോ, മത്ത പിടിക്കണം. വാശിയേറി മത്സരം. നിർത്തിയോ? ഞാൻ നിർത്തി. ഓക്കെ, പനിയാണ്. അമ്മ നോക്കുമ്പോ ഞങ്ങളൊരു അമ്മയുടെ കയ്യിലെ കവറൊന്നും കാണുന്നില്ല. അമ്മ വീട്ടിൽ പിടിച്ച കവറൊന്നും നടക്കായിരിക്കും. ഭയങ്കര നമുക്കിങ്ങനെ എനിക്കിങ്ങനെ പൊളിയൊന്നും ഇഷ്ടമില്ല അധികം. ഞാൻ നിർത്തി. നമുക്ക് ഇങ്ങനെ കൊറേ കഴിക്കാൻ പറ്റത്തില്ല. പൂച്ചേച്ചി നിർത്തി, ഞാൻ ആദ്യം നിർത്തി. എനിക്ക് എനിക്ക് പുളി എന്ന് പറയുമ്പോ തന്നെ എന്റെ പല്ലൊക്കെ ഇങ്ങനെ എന്താണ്ട് പോലെ വരുന്നത്. അല്ല നോക്കട്ടെ, അത് ഞാൻ പറഞ്ഞു ഇവര് തീർക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 14 ബാക്കിയുണ്ട്. ഇപ്പം ധ്വനി ഓമനാമ്മയുടെ വാശിയേറിയ മത്സരമാണ്.
വല്യമ്മയും കൊച്ചുമോളും. തുപ്പി ഓമനോട് മോത്തിടാതെ. ഇങ്ങനെയാണ് തുപ്പുന്നത്. ഇങ്ങോട്ട് ആ, മാറ്റി. ഇങ്ങനെ. അതെ. അപ്പളെ പറഞ്ഞാണ് ഞാൻ ജയിക്കുന്നത്. എന്നാ ഓമനാമ ഇവിടെ ഉണ്ട്, നിർത്തിയിട്ടില്ല. അപ്പോഴാ ഞാൻ ജയിച്ചു. മൊത്തം കടന്നിട്ട് ചലഞ്ച് പറഞ്ഞ് വയറിന് പ്രശ്നം ഞാൻ കൊണ്ടുവന്നു. നാളെ നിങ്ങൾക്ക് എവിടെയാ പോണ്ടേ? ഞങ്ങൾ നാളെ മണ്ണാർശാല ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങള് അതിന് പോകാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും അപ്പൊ ഞങ്ങളെ കണ്ടവരൊക്കെ മണ്ണാർശാലക്ക് വന്നാ മതി. ഇത് കട്ട് ചെയ്തിടും. കട്ട് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞേക്കാം. 3, 3, 6 6 കൂടെ ബാക്കിയുണ്ട്. 6 കൂടെ ബാലൻസ് ഉണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ ഓമനാമ എടുത്ത് 5 ബാലൻസ്. എനിക്ക് തോന്നുന്നില്ല ധോനി ജയിക്കുമെന്ന്. ഓമനാമ കൊച്ചുമോളെ ജയിപ്പിക്കാൻ വേണ്ടി കളിക്കണ്ട. ജയിക്കുക നൈസായിട്ട് നോക്കുന്നു. 3 കരച്ചില് കാണാൻ വയ്യ. 2 കൂടെ ബാലൻസ്. 2 കൈകൊണ്ട് തീരുവേ. ഓമനാമ എടുത്ത് 1 കൂടെ ബാലൻസ്. 1 കൂടെ ബാലൻസ്. ഇച്ചിരി 50 എണ്ണം തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് തീർന്നു കേട്ടോ. മൊട്ടായി തീർന്നു. പിള്ളേരടിച്ചോണ്ട് പോയത്. അപ്പം ലാസ്റ്റ് വരെ പിടിച്ചു തന്നത് ഓമനാമയും ധോനിമോളുമാണ്. അപ്പൊ നമുക്ക് എണ്ണ എത്ര ഉണ്ടോന്ന് എണ്ണ. അപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞ്. അപ്പം ധോനി എല്ലാവരുടെയും ഓരോരുത്തരും എണ്ണു. അപ്പൊ ഏറ്റവും കൂടുതലുള്ളവരുടെ ഫസ്റ്റ്. അപ്പൊ 6 എണ്ണുന്ന മാളുവിന്റെ. മാർച്ചയ്ക്ക് 1, 2, 3 എണ്ണം ഉണ്ട്. 3 എണ്ണം. ആ ഓക്കെ. മാളു 3. അമ്മയ്ക്ക് 1, 2, 3, 4 എണ്ണം. 4 എണ്ണം. ഓക്കെ. എനിക്ക് നിന്റെ വീട് നിന്റെ അതിനും കൂടെ ഉണ്ടെന്ന് അറിയാലോ. ഇനി എന്റെ എണ്ണം. 1, 2, 3, 4, 5, 6, 7 എണ്ണം. ഓക്കെ. അപ്പൊ ഞങ്ങൾ 3 പേരും തോറ്റു. ഓക്കെ. ഞങ്ങളെല്ലാം ഇതായി. ഓക്കെ. ഇനി ഫൈനല് നിന്റെ ഓമനാമയുടെ. ഓക്കെ. ഇനി അല്ല നിന്റെ എണ്ണിക്കോ. നിന്റെ എണ്ണ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 പുളിമുട്ടായി നീ തിന്നു. 16 എങ്ങനെ തിന്നെന്ന് എനിക്കറിയത്തില്ല. അടുത്ത് ഓമനാമയുടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 16 ഉണ്ടോ? 16 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. അല്ല കുഴപ്പമില്ല. അവള് പറഞ്ഞ ഒട്ടിപ്പോയ. അപ്പം ഓമനാമ 17, നീ 16. ജസ്റ്റ് ഒരെണ്ണത്തിന് പോയി. ഓക്കെ. അപ്പൊ ഈ ചലഞ്ചിന്റെ വിജയി ഫസ്റ്റ് ഓമനാമ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓമനാമ ജയിക്കുമെന്ന്. ഞാൻ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒത്തിരി തിന്നുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഓമനാമ എപ്പോഴും ഓമനാമയാണല്ലോ. നമ്മള് തുടങ്ങുമ്പം പറയും ഓമനാമ ജയിക്കുകയല്ല. എന്നിട്ട് അവസാനം വരുമ്പോൾ ഓമനാമ ജയിക്കും. അപ്പൊ ഓമനാമയ്ക്ക് ഫസ്റ്റ്, ധോനിക്ക് സെക്കൻഡ്. ഓർണത്തിനല്ലോ അത് മൊട്ടായി തീർന്നു പോയണ്ട. മൊട്ടായി തീർന്നു വേണ്ട, അല്ലെങ്കിൽ ധോനി ജയിച്ചാനെ. ഈ വീക്കിലി ചലഞ്ച് ഇതായിരുന്നു പുളിമൊട്ടായി തീറ്റ മത്സരം. അത് നിന്റെ ഐഡിയ കൺസെപ്റ്റ് ഫ്രം ധോനിയായിരുന്നു കേട്ടോ. ധോനിയ പറഞ്ഞു നമുക്ക് പുളിമുട്ടായി തിന്നാം. പുളിമുട്ടായി ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വെച്ചാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമില്ല. എനിക്ക് മാളുവിനെ ഇഷ്ടമില്ല. ഞാൻ തൊട്ടുപോലും നോക്കാറില്ല. അവര് അങ്ങനെയാണല്ലോ. ചിലർക്ക് ഓരോന്ന് ഇഷ്ടപ്പെടുമല്ലോ. പക്ഷെ ഓമനാമ്മ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. ഓമനാമ്മ ജയിക്കുമെന്ന് ഞാൻ ഈ അവസാന നിമിഷത്തിൽ വോട്ട് തിരിഞ്ഞു മറിഞ്ഞു തരുമെന്ന് പറഞ്ഞ പോലെ ഓമനാമ്മ ജയിച്ചത്. അപ്പം അങ്ങനെ ഈ ആഴ്ചത്തെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും ഒത്തിരി വിവരണങ്ങളൊന്നുമില്ല. യാത്ര ബൈ ബൈ. യാത്രയല്ല. ഓക്കെ.